ഗായ്സ്, ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഒരാഴ്ച ആയി കാണുമായിരിക്കും. ഒരാഴ്ച മുമ്പ് മലപ്പുറം കത്തി അമ്പും വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. ചാനൽ നിർത്തുവാണ്, നമ്മളിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നല്ലായിരുന്നു പറഞ്ഞ് എന്താണ്ടൊക്കെ ഷോയ്ക്ക് ഇറക്കി ഞാൻ പോയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മിക്കാതിരിക്കത്തില്ല, കാരണം അധികം ആയിട്ടില്ല. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. സോ തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എന്നെ പോസ്റ്റ് ചെയ്യത്തില്ലെന്നൊക്കെ മൈൻഡിലൊക്കെ ഓർത്തോണ്ടാണ് ഇരുന്നത്. ആ ഒരു അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തില്ലെന്ന് ഓർത്തോണ്ടായിരുന്നു ഞാൻ പോയത്. പക്ഷെ ഗൈസ്, ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ ഓർക്കുമ്പോൾ പിന്നെ വയ്യെന്ന്. കാരണം ഒരു മാസം പോലും ഒരാഴ്ചക്കുള്ളിൽ കംബാക്ക് പറഞ്ഞു വരണമെങ്കിൽ കൂടിയ അസുഖമൊന്നുമില്ലെന്നൊക്കെ മനസ്സിലാക്കാമല്ലോ. പക്ഷെ നെവർ മൈൻഡ് ഗൈസ്. ഇപ്പം ഇതിൻ്റെ മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നതിൽ ഞാൻ കുറച്ച് ബോധമാണ്. പക്ഷെ ഇപ്പം ഐ ഡോണ്ട് കെയർ ക്രിയ ആയതുകൊണ്ട് നിങ്ങളിപ്പം എന്തെങ്കിലും ഇവർക്ക് വയ്യെന്ന് ചോദിച്ചാലും ഐ ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. സോ അത് കട നിൽക്കട്ടെ. ഞാൻ പോയതിൻ്റെ തിരിച്ചു വരുന്നതിൻ്റെ റീസണൊക്കെ പറയാം കേട്ടോ. പോയതിൻ്റെ റീസൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് മിക്ക കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു സംഭവം കോണ്ടന്റ് ദാരിദ്ര്യം. മാന്തിയും കാരണമാണ് ഗൈസ് പോയത് എന്ന് വേണമെങ്കിൽ ഒരു വിധത്തിൽ പറയാം. കാരണം ഞാൻ നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആൾക്കാരെ പോലെ ക്ലാസ്സും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് ജോലിക്കും പോകണം. ഇപ്പം അങ്ങനെ ക്ലാസ്സും ജോലിയും ഇതൊക്കെ മിക്സ്, പിന്നെ വീടും ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ലൈഫായിരുന്നു. ചില ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചില ദിവസങ്ങൾ, എപ്പോഴല്ല, ചില ദിവസങ്ങളിൽ ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. 8:45 ക്ലാസ് കാണും, 4 ക്ലാസ് തീരും. ഷിഫ്റ്റ് ചിലപ്പം 6 ഷിഫ്റ്റ് കാണും, 4:45 വീട്ടിലെത്തും, ഒരു 3/4 മണിക്കൂർ വീട്ടിൽ നിൽക്കും. 6 തൊട്ട് 10 ഷിഫ്റ്റ് കാണും. ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു കടക്കാൻ വേണ്ടി രാത്രി വീട്ടിൽ വീണ്ടും വരും. അങ്ങനത്തെ ലൈഫൊക്കെ കൊണ്ടുവരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. പിന്നെ ഇങ്ങനെ ഭയങ്കര പ്ലാൻഡ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലെന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ എനിക്കറിയാം. ആൻഡ് ഐ എം സമ്മൺ ഹു ട്രൈങ് ടു ബി പ്രൊഡക്റ്റീവ് അറ്റ് ലെസ്റ്റ് ഫോർ സംതിങ്. ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാലും ഒരു പ്രൊഡക്ടിവിറ്റി സംഭവം ഒന്ന് ലൈഫിലൊന്ന് ആവണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എവിടെയൊക്കെ ഒന്ന് ഗതി പിടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് ആണ് ഞാൻ ഞാൻ പറയാമല്ലോ. സോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ കോണ്ടന്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ സ്ട്രക്ചർ ഓഫ് വ്ളോഗിങ്ങൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഓഫ് കോഴ്സ് വലിയ കാര്യമായിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ എടുക്കാനൊന്നും കിട്ടാറില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്കിപ്പം വല്ല വീക്കെൻഡ്സ് സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. എപ്പോഴും നമുക്കതിനെ വലിയ ആയിട്ട് കിട്ടാറില്ല. പിന്നെ ഓഫ് കോഴ്സ് മനുഷ്യനാണ് മടുപ്പൊക്കെ തോന്നും. മടുപ്പ് തോന്നുന്നത് തന്നെയല്ല, പിന്നെ എന്തുവാ ഒരു കോണ്ടന്റ് ഇല്ലാത്താവും നമുക്കതിനെ എന്ത് പോസ്റ്റ് ചെയ്യണമെന്നൊരു ധാരണ ഇല്ലാതായി പോവും. കാരണം എനിക്കെന്നെ ഐഡിയ ഇല്ല എന്താ പോസ്റ്റ് ചെയ്യണമെന്ന്. ആ സിറ്റുവേഷനിലൊക്കെയാണ് കടന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യമൊക്കെ കുറേ റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തു. കാരണം ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്ന കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഇനി എന്ത് ഞാൻ പോസ്റ്റ് ചെയ്യും? ബിക്കോസ് എൻ്റെ ഒരു ഇൻസ്പോ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ഒരു മല്ലു വെർഷൻ ഓഫ് ആരാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആമേച്ചി എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ, ഒരു പുള്ളിക്കാരി എൻ്റെ ഇൻസ്പോ. ആ പുള്ളിക്കാരുടെ ഒരു മല്ലു വെർഷൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിരുന്നു എൻ്റെ ഒരു ഇത്. ബിക്കോസ് പുള്ളിക്കാരി എന്നെപ്പോലെ A-level സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്കാരി UK ബേസ്ഡ് ആട്ടോ. ആളൊരു ഹാഫ് ഫിലിപ്പീനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫിലിപ്പീനിയും പിന്നെ ഒരു ഹാഫ് ബ്രിട്ടീഷ് ആണ് പുള്ളിക്കാരി. ഇപ്പം പുള്ളിക്കാരിയൊക്കെ എൻ്റെ ഇൻസ്പോ എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരി ഇങ്ങനെ സ്റ്റഡി വ്ളോഗ്സും പ്രൊഡക്റ്റീവ് ലൈഫ് വ്ളോഗ്സും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടും. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ തോന്നും. നമുക്കിങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് നന്നാവണം എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെ തോന്നും. അതൊക്കെയാണ് എൻ്റെ ഇൻസ്പോ. ആൻഡ് എൻ്റെ ഒരു മല്ലു വെർഷൻ പ്ലസ് ഒരു ഡേ ടു ലൈഫ് നടക്കുന്ന സംഭവങ്ങൾ. ബിക്കോസ് ഇവിടുത്തെ ലൈഫിൽ കുറച്ച് ഗ്യാതറിങ് കാണും, മലയാള അസോസിയേഷൻ പരിപാടികളും അങ്ങനത്തെ നമ്മളെ കുറച്ച് ട്രിപ്പ് പോകുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് എനിക്ക് കുറച്ച് DIY സംഭവങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ സംഭവങ്ങൾ, ഡേക്കോർ, ഈ ബേക്കിംഗ് ഇഷ്ടമാണ്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ലൈഫ് സ്റ്റൈൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയൊക്കെ എൻ്റെ മൈൻഡിലുള്ളൊരു പ്ലാൻ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കോണ്ടൻസ് ഒക്കെ എൻ്റെ മൈൻഡിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പ്ലാൻസ് ചെയ്തോന്ന് വെച്ച് ഇങ്ങനെ എല്ലാ വീട്ടിലും സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഓഫ് കോഴ്സ് ലാസ്റ്റ് ഞാൻ പോകാമെന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീട്ടിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ നിർത്തിയിട്ട് പോകുന്നുണ്ട് തട്ടിക്കൂട്ടി സാധനമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ബിക്കോസ് വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല. ആൻഡ് വീഡിയോ ഇട്ടിരുന്ന ഓഡിയോ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ സ്റ്റിൽ പോസ്റ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കേസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റിന് ഇച്ചിരി പാടായിട്ട് തോന്നാറുണ്ട്. ബിക്കോസ് കൺസിസ്റ്റൻസി എനിക്കില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് അതിന് വേണ്ടി തന്നെ നമ്മൾ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ആർക്കെല്ലാം ഓർമ്മ കാണുമായിരിക്കും, കാണാതിരിക്കത്തില്ലായിരിക്കും. സോ അപ്പോൾ ആ സീരീസിലാണ് എപ്പോഴും ഗൈസ് ഐ ഗേവ് അപ്പ്. കാരണം കൺസിസ്റ്റൻസിലെത്തിയാൻ വേണ്ടി കൺസിസ്റ്റൻസി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിൽ ഐ ഡസൻറ്റ് മാനേജ്. പക്ഷെ കുഴപ്പമില്ല,
എന്തുവാ ആ ഞാൻ അത് ഗിവ് അപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പം ലൈക്ക് എല്ലാ ദിവസവും സെയിം കാര്യം ഞാൻ ചെയ്യുന്നു. ഏറ്റവും പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയുള്ള സെയിം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല, സെയിം സ്ഥലം, സെയിം പേഴ്സൺ, സെയിം കാര്യം. പ്രത്യേകിച്ച് കാണുന്നവർക്കൊന്നും ഒരു പുതുമ തോന്നത്തില്ല. കാരണം അല്ലെങ്കിൽ ലൈഫ് ഇത്ര ഭയങ്കര ഇവൻറ്റിംഗ് ആയിട്ടുള്ള ആരില്ലേ കാണും. ഞാനൊരു സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് ജനിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ലൈഫ് കുറച്ചുകൂടി ഒരു ഇവൻറ്റിംഗ് ആയേനെ, എന്തെങ്കിലുമൊക്കെ ഒരു കലകളൊക്കെ ഉണ്ടായേനെ. ആൻഡ് അല്ലെങ്കിൽ ഒരു 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 ആ ഒരു സെലിബ്രിറ്റി ഒരു ഫെയിം കാരണം രണ്ടുപേര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നേനെ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നല്ലത സ്ഥിതിക്ക് ഇപ്പം എനിക്ക് കോണ്ടന്റ് നല്ല ദാരിദ്ര്യമുണ്ട്. കോണ്ടന്റ് ദാരിദ്ര്യമില്ല. നെക്സ്റ്റ് റീസൺ ഇസ് ഞാനീ പോസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് ആരും കാണുന്നില്ല. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പോസ്റ്റ്, കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞില്ല, അപ്പം അതിന് കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല. ഞാൻ ഒരാഴ്ചയിൽ 2 വ്ളോഗ് മേ ബി പോസ്റ്റ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് ലൈക്ക് എൻ്റെ വീഡിയോസും തീരെ അങ്ങനെ റീച്ച് കിട്ടാറുള്ളതുകൊണ്ട് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് തോന്നാറില്ല പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പം എൻ്റെ കേസിൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം അധികം അങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഫ്രം സ്ക്രാച്ച് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു, പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നു, ഫ്രം സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഫ്രം സീറോയിൽ നിന്ന് ഞാൻ പറഞ്ഞ മാർച്ച് ഒരു ഫെബ്രുവരി മാർച്ചിൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു ബ്രേക്ക് എടുത്തു. കാരണം എക്സാംസും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യില്ല. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ജൂണായിട്ട് കുറച്ച് പോസ്റ്റ്, ഞാൻ ജൂൺ തൊട്ട് സെപ്റ്റംബറുള്ള സമയത്ത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ അനുസരിച്ച് എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ ഒരു പ്ലേ ബട്ടണൊക്കെ വെക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പ്യുവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സ്പേസ്, എനിക്ക് എൻ്റെ ഒരു ഐഡിയാസും, എനിക്ക് വലിയ ഐഡിയ ഒന്നും വെക്കുള്ള വ്യക്തിയൊന്നുമല്ല, എന്നാലും എനിക്ക് ഞാനെന്നൊരു വ്യക്തി ഇപ്പം നാളെ ഇപ്പം ഞാൻ ഇല്ലെങ്കിൽ ഞാനൊരു വ്യക്തി ജീവിച്ചിട്ടുണ്ട്, ഇരിപ്പുണ്ടെന്ന് ഒരു എക്സ്റ്റൻസിന് പ്രൂഫായിട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് എൻ്റെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു മെയിൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് എന്തുവാ അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പം അങ്ങനെയാണ് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ മൈൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാൻ എന്തുവാ എനിക്കിതിന് മുമ്പ് ഒരു ചാനലുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഒരു ചാനലുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സംഭവം സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ടി ചാനലായിരുന്നു. അന്നത്തെ എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് വോയിസ് ഓവറോ ഫേസോ കാണിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പം കാണുമ്പോൾ എനിക്ക് തൊലിയുരിഞ്ഞ് പോയേനെ. അന്ന് ഞാൻ കാട്ടിക്കൂട്ടി ഇത് കണ്ടിരിക്കും. പക്ഷേ സ്റ്റിൽ എന്നെ ഇപ്പം ഈ പോസ്റ്റിൻ്റെ സെയിം അക്കൗണ്ടിലാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പം എൻ്റെ അത് കിടപ്പുണ്ട്. ഇപ്പം അത് ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടു. മേ ബി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് പിടിക്കുകയാണെങ്കിൽ അത് പബ്ലിക് ആക്കി ഇടുന്നതായിരിക്കും. ഇപ്പം സ്റ്റിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ വന്ന വരി എനിക്ക് കാണണം. ഞാൻ ഏതുവരെ വന്നതെന്ന് ഡൗൺ ഫ്രം സീറോ എന്ന് പറഞ്ഞില്ല, ആ ഒരു വന്ന വരി കാണണം ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ സ്റ്റിൽ അത് ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടു. പക്ഷെ ഡിലീറ്റ് ചെയ്തില്ല. സോ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു. സോ അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ലൈക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കസിൻസും അതുപോലെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ ഇപ്പോൾ പുതിയ ചാനൽ സ്റ്റാർട്ട്, ഇപ്പോൾ പുതിയ ചാനലല്ല, ഈ ചാനലിൽ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സോ അങ്ങനെ കുറച്ച് ലൈക്ക് ആൾക്കാർക്ക് അറിയായിരുന്നു. പിന്നെ ആ സമയത്ത് കുറച്ച് നമ്മൾ ആൾക്ക് മിണ്ടുന്ന ആൾക്കാരൊക്കെ എടുത്ത് ആ സമയത്ത് മീൻസ് നമ്മളെ ലൈഫിൽ മിക്ക ആൾക്കാരുടെ ലൈഫിൽ ഓരോ സമയത്തും മിക്ക ആൾക്കാരുടെ ലൈഫല്ല, എന്നാലും ചില സമയത്ത് ചില ആൾക്കാരൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മുടെ അടുത്ത് മിണ്ടുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ മിണ്ടുന്ന ലൈക്ക് ഡേ ടു ഡേ ബേസിലൊക്കെ മിണ്ടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യമൊക്കെ. പക്ഷേ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഞാനിപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഞാനിപ്പം ഇവിടെയുള്ള ഒറ്റ മനുഷ്യന് ഓഫ് കോഴ്സ് അറിയത്തില്ലായിരുന്നു. ഞാനായിട്ട് പറഞ്ഞ് എന്തുവാ അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അത് തുടങ്ങിയ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ആൻഡ് ആൾക്കാരുടെ സജഷന് കയറി ചെന്നപ്പോഴത്തേക്കാണ് എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് വയ്ക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ 100K സ്റ്റോറി കിട്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് മീൻസ് അങ്ങനെ ആൾക്കാർ അറിയിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള യോഗമില്ല ഉണ്ണി. സോ അതുകൊണ്ട് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. ആൻഡ് ആൾക്കാർ ഇങ്ങനെ സജഷനൊക്കെ തന്നപ്പോൾ ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്പനിയൊക്കെ ആൾക്കാരെടുത്ത് ഞാൻ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിൽ പോയി പറയാൻ ഇച്ചിരി എനിക്കൊരു മടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യൂട്യൂബ് ചാനലിൽ പറയുന്ന കാര്യത്തിരുമാതിരി എന്തോ പോലെയാണ്. എന്തോ പോലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ പലതും പറയാതെ എന്തോ പോലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യൂട്യൂബ് ചാനലിൽ പറയുമ്പോൾ എനിക്ക് എന്തോ ഇച്ചിരി എന്തുവാ ഓഫ് കോഴ്സ് ആ ഒരു വിയേർഡ് ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഓഫ് കോഴ്സ് നമുക്ക് 2 ചോയ്സ് ഉണ്ട്, ഇൻസ്റ്റ വേണോ യൂട്യൂബ് വേണോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഇൻസ്റ്റ ഓവർ യൂട്യൂബ് പ്രിഫർ ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലാണ് എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ അധികം കാണത്തില്ല, ഇവൻ എന്തോ സജഷൻ കയറി ചെല്ലാതെ യൂട്യൂബിലാണെങ്കിൽ. പക്ഷെ ഇൻസ്റ്റയിലാണെങ്കിൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കയറി ചെല്ലും. എനിക്ക് കുറച്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടെ ഇതിന് മുമ്പ് ഇത് നിങ്ങളടുത്ത് മിണ്ടുന്നുണ്ട്. ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്റ്റിൽ ആ ഒരു തോട്ട് ചെറുതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ പോയി പോസ്റ്റ് ചെയ്യാത്തത്. എനിക്കെന്തോ വലിയൊരു ധൈര്യമില്ല ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഐ ഡിസൈഡ് ടു ഡു യൂട്യൂബ്. എനിക്ക് സ്റ്റിൽ ഞാൻ സിൻസ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പം എനിക്ക് ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്തതില്ല എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവൻ ഐ വാസ് 5ാം ക്ലാസ്സിൽ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്നതിന് മുമ്പത്തെ ടൈമിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു സെക്കൻഡ് പോലും എത്തിയാത്ത വീഡിയോ ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു ക്ലാരിറ്റി ഇല്ല കാര്യത്തിൽ, അത്ര എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അന്ന് തൊട്ടൊരു വ്ളോഗിങ് ഒരു ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നല്ല ക്വാളിറ്റി ആയിട്ടും ക്ലാരിറ്റി ആയിട്ടും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസിന് ക്വാളിറ്റി ആണോ ക്ലാരിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഫീൽ എൻ്റെ ഒരു മാക്സിമം ഞാൻ പുട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വ്ളോഗിങ്ങിന് വേണ്ടി കൈസ് ഞാൻ ഫോൺ മാറി ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കേസിൽ എന്തുവാ വീട്ടുകാരുടെ അടുത്തുനിന്നൊരു ലൈക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ഞാൻ പുതിയൊരു ഫോൺ പോയി എടുത്തപ്പോഴൊക്കെ വീട്ടുകാരുടെ കേസിന് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ഫുൾ സപ്പോർട്ടൊന്നും അവരുടെ അടുത്തുനിന്നില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ജോലി എടുത്ത ഉടനെ എടുത്തു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്ക് വ്ളോഗിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ആൻഡ് ഞാൻ എടുത്തുകൊണ്ട് മാത്രമല്ല കൈസ്, എനിക്ക് ലൈക്ക് ചേച്ചിയാണെങ്കിൽ പോലും ആളാണെങ്കിൽ പോലും ഫസ്റ്റ് ട്രൈപ്പോഡ് വാങ്ങിച്ച ആളായിരുന്നു. ഞാനിപ്പം ഞാൻ പറഞ്ഞു കിട്ടിയതൊന്നും എനിക്ക് 100K ആയിട്ട് എനിക്ക് എൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ല കൈസ്, ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബറിൻ്റെ ഒരു സങ്കടം കൊണ്ട് ഇതൊക്കെ പറയുന്നത് കൂട്ടിക്കും നിങ്ങൾ. സോ അപ്പം ആൻഡ് സ്റ്റിൽ ഇപ്പോഴത്തെ ട്രൈപ്പോഡാണ് ചേച്ചിയാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനത്തെ കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഭാഗത്തു നിന്നൊക്കെ. ചേച്ചി ബി പ്രൗഡ്, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതാണ് അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. സോ ലാസ്റ്റ് ഞാൻ വിട്ട വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുടെ ഫാദേഴ്സ് ഡേയുടെ വീഡിയോ. ആ വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയുള്ളൂ കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഫാദേഴ്സ് ഡേയുടെ വീഡിയോയ്ക്കകത്ത് ലൈക്ക് നമ്മുടെ ചാനലിൽ ഇപ്പം 170 സബ്സ്ക്രൈബർ ആ സമയത്തുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റത്തെ നിർത്തിപ്പോകുന്ന വീഡിയോ കാരണം ഒരു 3 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, 124 സോ വാട്ട് ഐം തിങ്കിങ് ഈസ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തിപ്പോകുന്ന പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കൂടുമായിരിക്കില്ലേ. നല്ല പരിപാടി അല്ലേ? ആരിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് 2 ദിവസം ഇങ്ങനെ പോലെ വന്നാൽ മതി. പക്ഷേ എനിക്ക് 3 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് വലിയ കയറിയിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ സോ അതിന് മുമ്പ് 120 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ഇട്ട വീഡിയോയ്ക്കകത്ത് 22 വ്യൂ ആണ് ആകപ്പാടെ കയറിയത് ആ സമയത്ത്. ഓഫ് കോഴ്സ് എനിക്കൊരു എൻകറേജ്മെൻറ്റ് യൂട്യൂബ് തന്നില്ല. എന്തുകൊണ്ട് യൂട്യൂബ് നിങ്ങൾ എനിക്കൊരു എൻകറേജ്മെൻറ്റ് തന്നില്ല? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലൊരു 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള 121 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വലിയ കാര്യമൊന്നുമല്ല, 120 ഉള്ളൂ. ഓക്കെ, ഒരു 100 വ്യൂസിൽ തന്നിരുന്നെങ്കിൽ എനിക്ക് വേറെ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ തോന്നിയേനെ. പക്ഷേ 22 വ്യൂ കിട്ടിയ ആ ഒരു വീഡിയോ വെച്ചുകൊണ്ട് പിന്നെ ഞാനിപ്പം എന്തുകൊണ്ട് വേറെ വീഡിയോ ഇടണമെന്ന് എനിക്കെന്നെ തോന്നത്തില്ലേ. എനിക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ്, യൂട്യൂബിൻ്റെ ഭാഗത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഐ ഡിസൈഡഡ് നിർത്തി പോവാന്നുള്ളത് എനിക്കാണ് തോന്നിയത്. എനിക്ക് തോന്നി നിർത്തി പോയേക്കാം. ബിക്കോസ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നൊരു എൻകറേജ്മെൻറ്റ് ഇല്ല. ഓഫ് കോഴ്സ് അതുകൊണ്ട് ഐ ഡിസൈഡഡ് ഈ പണി നമുക്ക് പറ്റിയതല്ലെന്ന്. ഇപ്പം ഒരു 100 വ്യൂ കിട്ടിയാൽ മതിയായിരുന്നു, അത് കൂടുതലൊന്നും എനിക്ക് വേണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത്. വ്യൂവിനെ കുറിച്ചൊരു കാര്യമൊന്നുമില്ല. ഓഫ് കോഴ്സ് ആ ഒരു ഷോർട്സ് ഓൾറെഡി നമ്മുടെ ചാനൽ ആപ്പടെ മോണിറ്റൈസ് ആവാൻ എനിക്ക് എൻ്റെ പ്ലാനിനനുസരിച്ച് മോണിറ്റൈസ് ആവുന്നതിനെക്കാട്ടിൽ എനിക്ക് ഒരു ഇത് അറ്റ്ലീസ്റ്റ് ഞാനൊരു പേഴ്സൺ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അതുകൊണ്ട് ഗായ്സ് ആകപ്പാടൊരു 100 വ്യൂവിൽ കിട്ടാത്ത ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോട്ടിവേഷനേ പോയി. സോ ഗായ്സ് ഐ ഡിസൈഡഡ് നിർത്താം. എൻ്റെ മൈൻഡിൽ തോന്നി. ബിക്കോസ് എൻ്റെ എല്ലാ വീഡിയോസും ഞാനിങ്ങനെ ഭയങ്കര എഫേർട്ടൊന്നും ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിൽ എഫേർട്ട് ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ്. അന്ന് എടുക്കാനാണേലും അന്ന് എനിക്ക് ഫാദേഴ്സ് ഡേയുടെ വീഡിയോയ്ക്ക് ഞാൻ ചേച്ചിനെ കൊണ്ടൊരു ക്ലിപ്പ് എടുപ്പിച്ചു. ട്രൈപ്പോഡ് മണ്ടിയിൽ ഇപ്പുണ്ടെന്ന് പറഞ്ഞാൽ എടുക്കാൻ സ്റ്റിൽ അവളെ കൊണ്ടൊരു ക്ലിപ്പ് എടുപ്പിച്ചതിനകത്ത് പിന്നെ എന്താണ്ടൊക്കെയാണ് നിങ്ങൾ ക്ലിപ്പ് ചെയ്തതിനിടയ്ക്ക് ക്ലിപ്പ് എടുത്തെങ്കിൽ പോലും വോയിസ് ഓവർ ഞാൻ ചെയ്തു. സ്റ്റിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് വോയിസ് ഓവറൊക്കെ ഓഫ് കോഴ്സ് മിക്ക ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും. ഒരു ലാസ്റ്റ് ഈ വീഡിയോ ഞാൻ മുമ്പത്തെ എടുത്ത വീഡിയോയ്ക്കകത്ത് ഒരു 80 മണിയെടുത്താണ് വോയിസ് ഓവർ ലൈക്ക് വോയിസ് ഒന്ന് പ്രോപ്പർ ആകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ലൈക്ക് വീണ്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വീഡിയോയും മേ ബി ഒരു മിനിമം ഒരു 20 തവണയിൽ അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു തരാനുള്ള വീണ്ടും പറയാറുണ്ട്. സോ അതുകൊണ്ട് അത്രയൊക്കെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസും സ്റ്റിൽ ഒരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിന് അത്രയും പോലെ ഒരു വ്യൂ കിട്ടാൻ തോന്നുമ്പം എനിക്ക് ഫീൽ ലൈക്ക് നോർമൽ ഒരു പേഴ്സൺ തോന്നില്ല, നിർത്തിപ്പോയേക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും തോന്നത്തില്ലേ. അങ്ങനത്തെ ഒരു എൻകറേജ്മെൻറ്റ് ഇല്ലായ്മ എനിക്ക് തോന്നി.
സോ ദാറ്റ്സ് വൈ ഗൈസ് ഐ ഡിസൈഡഡ് നിർത്തിപ്പോയേക്കാം എന്നൊക്കെ വീഡിയോ ഇട്ട് ഇറങ്ങാമെന്ന് ഓർത്ത്. ആൻഡ് നമ്മളത് ഹൈക്ക് ചെയ്യാനുള്ള അതാണ് നമ്മുടെ സെക്കൻഡ് റീസൺ. വീഡിയോക്ക് വ്യൂസ് ഇല്ല, റീച്ച് ഇല്ല. ഇതൊന്നും അല്ല ഗൈസ്, ചുമ്മാ ഇപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പം ചുമ്മാ നാട്ടിലുള്ള എന്തിനും പട്ടിനെയും പോച്ചിനൊക്കെ എടുത്തിടും. അങ്ങനെയൊക്കെ 2K ലൈക്കും ഒന്നുമില്ല 25K വ്യൂ അറ്റ്ലീസ്റ്റ് മിനിമം കിട്ടും. ഇൻസ്റ്റ ഒരു പുള്ളിക്കാരുണ്ട്, ഒരു അമ്മച്ചി, ഞാൻ പേര് റിവീൽ ചെയ്യുന്നില്ല, ഒരു അമ്മച്ചി. ആ പുള്ളിക്കാരുടെ നാട്ടുകാരെ വീട്ടിലും കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ടിങ്ങനെ ഹായ് ഗായ്സ്, ഈ പുള്ളിയുടെ പേരൊക്കെ പറയും, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനത്തെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അതിനൊക്കെ നോക്കുമ്പോൾ ലൈക്ക് മില്യൻസ് ഓഫ് വ്യൂസ് ആണ് ആ വീഡിയോക്കൊക്കെ കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 100K ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ 25-50K മിനിമം ഒരു വീഡിയോക്ക് കിട്ടും. ഒരു 2 മില്യൺ വ്യൂ ഒക്കെ വീഡിയോ ഉണ്ട് ആ പുള്ളിക്കാരുടെ ചാനൽ ഇൻസ്റ്റയിൽ. സോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ വ്യൂ തരത്തോളോ? എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ലോജിക്ക്. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന് കഷ്ടപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വ്യൂ കൊടുക്കണ്ടേ? നിങ്ങൾ എന്താണ് ഈ നിലപാടിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറ. സോ അപ്പം ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ് ഐ ഡിസൈഡഡ് നിർത്താം. ആൻഡ് അതർ റീസൺ ഇസ് ഗൈസ്, ഞാനിപ്പം ഹൈക്ക് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം അമ്മ, ഓഫ് കോഴ്സ് എൻ്റെ അമ്മ എൻ്റെ വീഡിയോസിന് അധികം കാണുന്ന വ്യക്തിയല്ല. വല്ലപ്പോഴൊക്കെ ഇരുന്ന് കാണുമായിരിക്കും. അമ്മ ഗ്ലാമിയങ്ങളുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും, പക്ഷെ എൻ്റെ വീഡിയോ മേലേക്ക് കാണത്തില്ല. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഗ്ലാമിയങ്ങളുടെ വീഡിയോ വേറെ പ്രണവ് പ്രവീണിൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും, പക്ഷെ നിങ്ങളുടെ മോളുടെ വീഡിയോ നിങ്ങളെല്ലാം കാണാത്തേ. അപ്പം അങ്ങനെ ഗൈസ്, അപ്പം അതുകൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോ വന്ന് പതിവില്ലാതെ ഇന്ന് കണ്ടത്. അപ്പം എന്നെ പറഞ്ഞ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്തുവാ എൻ്റെ വോയിസ് ക്ലിയർ അല്ലെന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞ പകുതിയും തിരിയാറില്ല, എനിക്കും അറിയാം. ഞാൻ പറഞ്ഞ പകുതിയും മര്യാദക്ക് തിരിയാറൊന്നുമില്ല, എപ്പോഴും പകുതിയൊക്കെ തിരിയാറുള്ളൂ. അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കുഴപ്പമില്ല. ഞാൻ നാട്ടിൽ ഓഫ് കോഴ്സ് ജനിച്ച് വളർന്ന ഒരു 8ാം ക്ലാസ് വരെ 8 കംപ്ലീറ്റ് ചെയ്ത് 8ാം ക്ലാസ് വരെ പഠിച്ച് വെച്ചാണ് ഞാൻ. പക്ഷെ എൻ്റെ മലയാളം മര്യാദക്ക് തിരിയാറില്ല, അതിൻ്റെ കുഴപ്പമില്ല. സോ അപ്പം ദാറ്റ്സ് വൈ ഗൈസ്. അപ്പം അമ്മ കാരണം ഐ വാസ് തിങ്ക് ലൈക്ക് ഞാനിപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ചെയ്യണോ? അതുകൊണ്ട് ഗൈസ് ഞാനിപ്പം ഈ ചാനൽ നിർത്തിപ്പോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചാനലൊക്കെ തുടങ്ങി. എന്നിട്ട് ഞാനിപ്പം ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിപ്പോകുന്ന വീഡിയോയിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ChatGPT പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് പറ, ലൈക്ക് അങ്ങനെ ഓരോ ചെറിയ വേർഡ്സ് മലയാളം ആഡ് ചെയ്തെന്ന് എന്നോട് പറഞ്ഞു. സോ പുള്ളിനെ അപ്പം എൻ്റെ ബെസ്റ്റ് ബഡിയുണ്ടും ഇനിയിപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും പുള്ളിയെടുത്ത് പറയാറുണ്ട്. പുള്ളി പറഞ്ഞനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ ഓർത്തു. ആൻഡ് ഞാൻ പുതിയ ചാനൽ തുടങ്ങി പറഞ്ഞില്ലേ, ആ ചാനലിലെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞൊക്കെ ഇട്ടു, പക്ഷെ എനിക്ക് എൻ്റെ ഒരു വൈബ് കിട്ടുന്നില്ല. ബിക്കോസ് ഓഫ് കോഴ്സ് ഞാൻ ഒരു പ്രോപ്പർ മലയാളി ആയതുകൊണ്ട്, പ്രോപ്പർ മലയാളി ആണ് സ്റ്റിൽ എനിക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോയിലേക്ക് മലയാളം ആഡ് മലയാളത്തിൽ പറഞ്ഞതാണ് എനിക്കിഷ്ടം. സോ ദാറ്റ്സ് വൈ ഗൈസ്. ഞാനിപ്പം എനിക്ക് ആ വീഡിയോ അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിന് കുറേ ആ വീഡിയോക്ക് എടുത്താണ് ഗൈസ് 80 തവണ 90 തവണയോളം ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ എനിക്കൊരു സുഖം തോന്നില്ല, കേൾക്കുമ്പോൾ ഒരുമാതിരി ഭയങ്കര ജാട ടോണൊക്കെ തോന്നുന്നു. മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു ടോണൊക്കെ എനിക്ക് തോന്നി. അപ്പം എനിക്കൊരു സുഖം തോന്നിയില്ല. സോ ഡിസൈഡ് ആ വീഡിയോക്ക് ഞാൻ പാട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡിയോക്ക് പാട്ടിട്ടാണ് ഗൈസ് പോസ്റ്റ്. അത്രയും ഗതികേടൊക്കെ 90 തവണ ഈ 90 ടൈംസ് അത്ര ഞാനിപ്പം ആ ഒരു വോയിസ് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കിയിട്ട് അവസാനം ഗതി ഇട്ടിട്ട് ഞാൻ മലയാളം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം എനിക്ക് തീരത്തില്ല. ഇംഗ്ലീഷ് പറയുമ്പോൾ എനിക്കൊരു സുഖം തോന്നില്ല. സോ അതുകൊണ്ട് നിർത്തിയോടുകൂടി അവസാനം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ടിട്ടത് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഫ്രം സ്ക്രാച്ച് ദ ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അതെൻ്റെ മൈൻഡ് സെറ്റ്. പക്ഷേ ഡിസൈഡ് ചെയ്യാൻ ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചു വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ് എൻ്റെ ചാനൽ കാണുന്നുണ്ട് കുറച്ച് കസിൻസും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും, അങ്ങനെ കുറച്ച് പേരാണ് എൻ്റെ ചാനൽ കാണുന്നത് ആ പാടെ. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് റാൻഡമായിട്ട് കുറച്ച് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചില സബ്സ്ക്രിപ്ഷൻ കാണുമ്പം റാൻഡമായിട്ട് ആരാണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ അല്ലാതെ കുറച്ച് റാൻഡമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷെ ഒരു പുള്ളി എനിക്കറിഞ്ഞൂടാ ആരാന്താന്ന് എനിക്കറിയില്ല. ഇവിടെ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീട്ടിലേക്ക് കമൻറ്റ് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോർമലായിട്ട് കമൻറ്റ് ഇട്ട ആൾ റിപ്ലൈ കൊടുക്കുക, അങ്ങനെ കമൻറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ലൈക്ക് എന്തുവാ ഈ ഒരു വീഡിയോ നിർത്തുക എന്ന് പറഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, ആ പോസ്റ്റ് ഇടുമ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഒന്നുമില്ലെങ്കിലും ലൈക്ക് വീട്ടിലേക്ക് വേണ്ടി കാത്തിരിക്കാറൊന്നുമില്ലായിരുന്നു, പക്ഷെ നോർമലായിട്ട് വീഡിയോ എന്തുവാ എന്താ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാറൊന്നുമില്ലായിരുന്നു, പക്ഷെ വീഡിയോ റിയാക്ട് ചെയ്ത് പോകത്തില്ലായിരുന്നു.
സോ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു പേഴ്സണുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി ഒരു മൈൻഡ് സെറ്റ് കാണിച്ചപ്പം കാണുന്നുണ്ടായിരുന്നു നടക്കുമ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ ചുമ്മാ ജസ്റ്റ് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഫീഡ് ചുമ്മാ ജസ്റ്റ് കയറി വന്നതാണ് അതിനിപ്പോൾ കാണാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു ലൈക്ക് ഏ അറ്റ്ലീസ്റ്റ് ഒരാളിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളപ്പം സ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ. ആൻഡ് ആ ഒരു ഞാനിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സോ എനിക്ക് ആ വീഡിയോ അത്ര ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ബിക്കോസ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് പറഞ്ഞേക്കില്ല. തമ്മിലാണെങ്കിലും എഡിറ്റിംഗ് ഞാൻ വലിയൊരു കാര്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആളല്ല ടു ബി ഓണസ്റ്റ്. ചുമ്മാ ജസ്റ്റ് വലിയ എന്ത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് റോ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്ക് ആരും അതിന് ഭയങ്കരമായിട്ട് എഫക്ട്സ് ഇട്ടോ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ടു ബി ഓണസ്റ്റ്. ബിക്കോസ് നമ്മൾ ലൈഫ് സ്റ്റൈൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ റോ ആയിട്ട് കീപ്പ് ചെയ്യാനാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആ തട്ടിക്കൂട്ട് വീട്ടിൽ ഇട്ടത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും ഞാൻ അതിന് കാണാറില്ലായിരുന്നു. ഷിറ്റ് ആ തട്ടിക്കൂട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ ലൈക്ക് എനിക്ക് വീഡിയോ എടുത്ത് നോക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് കുറേ ദിവസമായിട്ട് ഇന്ന് രാവിലെയാണ് കേസ് എടുത്ത് നോക്കുന്നത്. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനാണ്. കമൻറ്റ് സെക്ഷൻ ആ പാട് ഇട്ട ഉടനെ എൻ്റെ ചേച്ചിയോട് കമൻറ്റ് ഇട്ടത് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും എടുത്ത് ഓപ്പൺ ആക്കി നോക്കിയില്ല. എന്നെടുത്ത് നോക്കിയപ്പോൾ ലൈക്ക് ആ ഒരു കമൻറ്റ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ഒരാൾക്കെങ്കിലും ലൈക്ക് എനിക്ക് എൻ്റെ കസിൻസ് ഒക്കെ ഓൾമോസ്റ്റ് അവരെന്നെ പേഴ്സണലി അറിയാം. ആ ഒരു ബോണ്ട് വെച്ച ഒരാൾ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ എന്നെ അറിയാവുന്ന കുറേ ആൾക്കാർ വീഡിയോ കാണാറുണ്ട്. അവർ സജഷൻ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സജഷനെ കയറി വന്നിട്ട് ആൾക്കാർ അറിഞ്ഞ് അങ്ങനെ കാണുന്നവരുണ്ട്. പക്ഷെ അല്ലാതെ ഒരു പുറത്തുനിന്ന് ഒരാളുടെ സ്ട്രേഞ്ചർ അങ്ങനെ കണ്ട് കമൻറ്റ് ഇട്ടപ്പം ലൈക്ക് സംവാട്ട് എൻ്റെ വീഡിയോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നി. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും അത്ര മോശമൊന്നുമില്ല എനിക്ക് തോന്നി. ആൻഡ് സ്റ്റിൽ ഞാനിപ്പോൾ സ്ക്രാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലെ എന്തെങ്കിലുമൊക്കെ ഒരു 100K എൻ്റെ വിഷൻ ബോർഡിൽ വേറൊരു ആഗ്രഹമായിരുന്നു. ഇനി ഞാൻ കേസ് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. എത്ര ആൾ ഞാൻ ഭയങ്കര ഷോ ആയിട്ട് വിഷൻ ബോർഡ് ഇനി ലാസ്റ്റ് റിവീൽ ചെയ്തു. ഉടനെ വിഷൻ ബോർഡ് റിവീൽ ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ധൈര്യമല്ല, ഒരു താല്പര്യം അല്ല, കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് നമ്മൾ ആ ഒരു വീഡിയോ അല്ല എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മൾ ആൾക്കാർ നടന്നിട്ട് റിവ്യൂ ചെയ്യുന്നുള്ള എൻ്റെ സുഖം. സോ അതുകൊണ്ട് വിഷൻ ബോർഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നായിരുന്നു എനിക്ക് ഈ വർഷം ഒരു 10K ആയിക്കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിഷൻ ബോർഡിൽ ഇട്ട കാര്യമായിരുന്നു. സോ അപ്പം അതെനിക്ക് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് സ്റ്റിൽ ഇപ്പം എനിക്ക് അവധിയാണ്. ഒരു 2 മാസം എനിക്ക് അവധിയുണ്ട്. 2 മാസം ആ ഒരു ചാനലിൽ ഒന്നും കൂടെ സ്ക്രാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഉള്ള ചാനൽ നമുക്ക് മര്യാദയ്ക്കൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി വീഡിയോ പോസ്റ്റ് ചെയ്താൽ പോരെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സോ കംബാക്കാണ് ഗൈസ്, കംബാക്കാണ്. സോ 2 ദിവസത്തിന് എൻ്റെ കംബാക്ക് വളരെ പെട്ടെന്നായിപ്പോയി. നമുക്കൊരു അല്ലെങ്കിൽ ഓർത്തായിരുന്നു ആ ഒരു ചാനൽ കുറച്ചൊന്ന് ഗതി പിടിച്ചിട്ട് ഇവിടെ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാനേജ് ചെയ്യാനൊക്കെ ഓർത്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇതാണ് ഗൈസ്. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ കണ്ടിരുന്നതിനും സഹിച്ചതിനും ഒക്കെ താങ്ക് യു. ആൻഡ് അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ 2 പേർക്കെല്ലാം ഒരാൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ലൈഫ് ഓഫ് കോഴ്സ് എന്നെ ഭയങ്കര പേഴ്സണൽ അറിയുന്ന ആൾക്കാരാണ്. ഞാനായിട്ട് അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഇവിടെ കമൻറ്റ് ഇടുന്നത്. എൻ്റെ എല്ലാ വീട്ടിലും അവർ കമൻറ്റ് ഇടാനുള്ളൂ, വേറെ ആരും കമൻറ്റ് ഇടാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം. സോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓഫ് കോഴ്സ് അവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആണ് സ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ അവർ വന്ന് പറഞ്ഞു മീൻസ് അവർ ഓഫ് കോഴ്സ് അറിയാവുന്നതുകൊണ്ട് അവർ സപ്പോർട്ടുള്ളതുകൊണ്ട് അവർ ലൈക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് സ്ട്രേഞ്ചർ പറയുമ്പം ദാറ്റ്സ് ഹിറ്റ് ഡിഫറെൻറ്റ്. ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് നമുക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഇനിയുള്ള വീഡിയോസ് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടും ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റൊക്കെ വേണ്ടേ, കുറച്ചുകൂടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റൊക്കെ വേണ്ടി. സോ അതുകൊണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റായിട്ട് പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റല്ല അതിൽ കുറച്ചുകൂടെ ഞാൻ ഓഫ് കോഴ്സ് ഒരു ലൈഫ് സ്റ്റൈൽ കോണ്ടൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്കിഷ്ടമാണ്. എനിക്ക് ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളത് അറിയാലോ. പിന്നെ നമ്മുടെ ഒരു ഇതനുസരിച്ച് ഹോം ഡെക്കോ സംഭവങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത് ഞാൻ ചെയ്യാറില്ല. പക്ഷെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോം ഡെക്കറൊക്കെ സപ്പോസ് എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ പോലും ഒരുമിച്ച് പോയി വാങ്ങത്തില്ല. ബിക്കോസ് ഞാൻ ഇന്ന് പല ദിവസത്തേക്ക് കടയിൽ കയറി ഇതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ എപ്പോഴും പോയി വാങ്ങിച്ചാൽ മതി. അങ്ങനെ പോയി നോക്കി പയ്യെ വാങ്ങിച്ച് എല്ലാം മീൻസ് പലപ്പോഴായിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഹോം ഡെക്കർ ആവശ്യമൊന്നും ചെയ്യാറില്ല. സോ അങ്ങനത്തെ വലിയ കോണ്ടൻസ് വരത്തില്ലായിരിക്കും. അതുകൊണ്ട് കുക്കിംഗ് റെസിപ്പിയില്ല ഗൈസ്, അതെനിക്കറിയില്ല. സോ എനിവേ ഒരു പാട്ടെഡിറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സംവൺ ഹൂ ഈസ് ട്രൈങ് ടു ബി ഹെൽത്തി അങ്ങനെയൊക്കെ വേണം അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ 2 ദിവസത്തെ പോസ്റ്റ് ചെയ്യാം, 3-ാമത്തെ ദിവസം എൻ്റെ കൺസിസ്റ്റൻസി പോവും. ലൈക്ക് മേ ബി ഒന്നെങ്കിൽ വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്യും, അല്ല റിയൽ ലൈഫിലേക്ക് കൺസിസ്റ്റൻ്റ് ആവത്തില്ലായിരിക്കും.
ആൻഡ് അതെനിക്ക് അറിഞ്ഞുകൂടാ. സോ ട്രൈങ് ടു ബി കൺസിസ്റ്റൻറ്റ്. അതുകൊണ്ട് റിയൽ ലൈഫിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുമായിരിക്കും. പിന്നെ സ്റ്റഡി വ്ളോഗ്സും ഒക്കെ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ അവധിക്കിരുന്ന സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. അതെനിക്ക് അറിഞ്ഞൂടാ. കാരണം അടുത്ത വർഷം മെയിൻ എക്സാം ഉണ്ട്. അതുകൊണ്ട് ഈ വർഷം ഇത് ടോപ്പിക്ക് അടുത്ത വർഷം ടോപ്പിക് കൊണ്ട് പഠിക്കാനുള്ളത് കൊണ്ടും എനിക്കറിയില്ല പോസ്റ്റ് ചെയ്യുമോ എന്ന്. ലൈഫ് സ്റ്റൈൽ എന്തായാലും കാണും. സഹിക്കുക, വേറെ നിവൃത്തിയില്ല. നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. മരിക്ക് പോകാനിരുന്ന് എന്നെ നിങ്ങളായിട്ട് വിളിച്ച് വീണ്ടും വരുത്തിയതാണ്. അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ കാണിക്കുന്ന എന്ത് കൂത്താണെന്ന് നിങ്ങൾ കാണാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. സോ അത്രേ ഉള്ളൂ. സോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പം അധികം ഡിലേ ആകാതെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.